നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇതില്ലെങ്കിൽ എല്ലാവരും തളരും. ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. ആ ഡിസിപ്ലിൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. ഓട്ടോമാറ്റിക്കലി വി വിൽ ഹാവ് എ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ സ്റ്റേജ്. എന്താണ്? അവനവനെ തന്നെ അറിയുക. ഒരാൾക്ക് ഏറ്റവും നല്ല അറിവ് അവനെ തന്നെ അറിയുക. കാരണം ഒരാൾക്കും നമ്മൾ അറിയുന്ന പോലെ അറിയാൻ സാധ്യമല്ല. വി നോ അവർ സെൽസ് ഇസ് വെരി വെരി എലാബറേറ്റ്ലി, വെരി ഇന്റൻഷണലി ആൻഡ് വെരി ഡീപ്ലി. രണ്ടാമത്തത് 3 ഡേഞ്ചർ വേർഡ്സ് ലൈഫിലുണ്ട്. ഊഹിക്കുക, വിചാരിക്കുക, കരുതുക. ഊഹിക്കുക, വിചാരിക്കുക, കരുതുക. ഇത് 3ഉം തെറ്റാണ്. 100% തെറ്റാണത്. ഒരു ഊഹവും പാടില്ല, ഒരു വിചാരവും പാടില്ല, നമ്മൾ ചുമ്മാ കരുതാനും പാടില്ല. ഇത് 3ഉം തെറ്റാണ്. ദെൻ നമ്പർ 3, ഷോ കാണിക്കാൻ കടം വാങ്ങിക്കരുത്. ഒരാൾ ബെൻസ് കാർ വാങ്ങിച്ചു, അതുകൊണ്ട് ഞാനും വാങ്ങിക്കുന്നു. ഒരാൾ 5 ഫ്ലോർ വീട് വെച്ചു, ഒരാൾ 5 ഫ്ലോർ 5 വീഡിയോ റൂമുകൾ ഉണ്ടാക്കി, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. ആ വ്യക്തി എൻ്റെ ഡിഫറെന്റ് ആണ്. ആ വ്യക്തി നമ്മളല്ല. നമ്മൾ അത് കണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? കടം വാങ്ങാൻ പാടില്ല. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വാഹനവും സൗകര്യവും ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് പറ്റാത്ത ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അത് അവനൊക്കെ ആയിരിക്കും. അവന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പ് വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മുടേതായിക്കൊള്ളണമെന്നില്ല. നമ്മളതിന് ആവുമ്പോൾ നമുക്ക് ചെയ്യാം. പക്ഷെ അവൻ ചെയ്ത പോലെ തന്നെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. നമുക്കനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഒരു ബൈക്ക് വാങ്ങണോ, ഒരു സൈക്കിൾ വാങ്ങണോ, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങണോ, ഒരു കാർ വാങ്ങണോ, അതല്ലെങ്കിൽ വലിയ കാർ വാങ്ങണോ, ബസ് വാങ്ങണോ എന്നതെല്ലാം ഡെപ്റ്റ് ഫ്രീ ആയിരിക്കണം. ഡെപ്റ്റ് ഫ്രീ. ഒരു വാഹനവും ലോൺ എടുത്ത് വാങ്ങരുത്. സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചോ. 5 ലക്ഷം രൂപക്ക് വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ കാർ വാങ്ങൂ. നീ വാങ്ങിക്കൂ. 5 ലക്ഷം രൂപ റെഡി പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നീ വാങ്ങിച്ചോ, നോ പ്രോബ്ലം. പക്ഷേ കടം വാങ്ങി ബിസിനസ്സോ വാഹനമോ എന്ത് ചെയ്താലും യു ഡോണ്ട് ഹാവ് എ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് യു കനോട്ട് ഗ്രോ. എന്ന് നിങ്ങൾ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തിയാവുന്നു, അന്ന് മുതലേ നിങ്ങളെ പ്ലാന്റിന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന സൈക്കിൾ തുടങ്ങുകയുള്ളൂ. നിങ്ങൾക്കറിയാം, 10 വർഷം കടമായിരിക്കുന്ന ഒരു വ്യക്തി ആ കടം തീർന്നതിന് ശേഷം 1 വർഷം കൊണ്ട് മാഗ്നിഫൈ ആയ വളർച്ച നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും അറിയാവുന്നതാണ്, നിങ്ങൾ നേരെ കാണുന്നതാണ്. അപ്പോ ഈ 10 വർഷം അയാളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് വിഷയം എന്തായിരുന്നു? അവരുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അകത്തുള്ള കോട്ടമായിരുന്നു. ഓക്കെ, ഐ ആം ഡോക്ടർ അലി. എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. താങ്ക് യു.